വർഷ അതായത് അങ്ങേയറ്റം അർഹിക്കുന്ന ഒരു മുഖ്യമന്ത്രി സ്ഥാനമാണ് വി ഡി സതീശനെ തേടി വന്നിരിക്കുന്നതെന്ന് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എന്ന് മാത്രമല്ല, എൻ്റെ രണ്ടാമത്തെ പോയിന്റ്, കോൺഗ്രസ് അങ്ങേയറ്റം ഗംഭീരമായിട്ടുള്ള ഒരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത് എന്നതുമാണ്. അതിപ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് പറയേണ്ടതില്ല. പക്ഷേ ഈ ഘട്ടത്തിൽ വി ഡി സതീശന് അദ്ദേഹം അർഹിക്കുന്ന മുഖ്യമന്ത്രി സ്ഥാനം കിട്ടിയതിന് അദ്ദേഹത്തെയും വളരെ കൃത്യമായിട്ടുള്ള നിലപാട് ഒരു പഴുതുമില്ലാത്ത വിധം സ്വീകരിച്ച കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡിനെ അക്കാര്യത്തിലും ഒരല്പം വൈകിട്ടുണ്ട്. ശരി തന്നെ, നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ അക്കാര്യം ചർച്ച ചെയ്തിട്ടുണ്ട്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ വൈകിയെങ്കിലും കൃത്യമായിട്ട് ഈ സ്റ്റാൻഡിലേക്ക് വന്നതിന് കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡിനെയും ഒരു സാധാരണ പൗരൻ, കേരളത്തിലൊരു പൗരൻ എന്ന നിലക്ക് അഭിവാദ്യം ചെയ്യാനും സന്തോഷം രേഖപ്പെടുത്താനും ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ട് അദ്ദേഹം അറിയിക്കുന്നു എന്നുള്ളത് പ്രത്യേകമായിട്ട് വിശദീകരിക്കേണ്ടതില്ല. പക്ഷേ കേരളം എന്ന് പറയുന്ന നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സവിശേഷതകളോട് ചേർന്ന് നിന്ന ഒരു രാഷ്ട്രീയ നേതാവായിട്ടാണ് വി ഡി സതീശൻ അദ്ദേഹത്തിൻ്റെ കരുത്ത് തെളിയിച്ച് മുഖ്യമന്ത്രിയാകുന്നത് എന്നത് എന്നെ അത്യധികമായിട്ട് വളരെയധികം സന്തോഷിക്കുന്നു. കോൺഗ്രസ് ഒന്നും വോട്ട് ചെയ്തിട്ടില്ലാത്ത, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഒരു വോട്ടർ എന്ന നിലക്കല്ലാതെയുള്ള രാഷ്ട്രീയ സാമൂഹിക ജീവിതമുള്ള ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് വളരെ സന്തോഷം ആ കാര്യത്തിൽ അദ്ദേഹത്തോട് ഉണ്ട്. അതായത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ നിലപാടുകളുടെ രാജകുമാരൻ എന്ന് അദ്ദേഹത്തെ ആവർത്തിച്ച് വിളിക്കുകയാണല്ലോ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാർ, അദ്ദേഹത്തിൻ്റെ അനുയായികൾ. അത് വസ്തുതാപരമാണ്. കാരണം നമ്മുടെ രാഷ്ട്രീയത്തിൽ പ്രധാനപ്പെട്ട നേതാക്കൾ അവരവരുടെ ഈ സിംബോളിക്കായിട്ടുള്ള അടയാളപ്പെടുത്തലിലൂടെയും പ്രസ്താവനകളിലൂടെയും ഒക്കെയാണല്ലോ അവരുടെ രാഷ്ട്രീയം, അതായത് അത്തരം ലൗഡായിട്ടുള്ള പ്രകടനങ്ങളുടേതാണ് ഈ രാഷ്ട്രീയം എന്ന് പറയുന്ന കല. അത് സട്ടിലായിട്ട് അവർ മനസ്സിലെന്ത് വിചാരിക്കുന്നു എന്നതല്ല, അത് പുറത്തുനിന്ന് പ്രകടിപ്പിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനകത്ത് വളരെ കൃത്യമായിട്ട് കേരളത്തിന് ഒരു മതേതരവും ഇടതുപക്ഷത്തോട് ചേർന്നതുമായിട്ടുള്ള, ഇടതുപക്ഷ രാഷ്ട്രീയത്തോട് ചേർന്നതുമായിട്ടുള്ളൊരു മനസ്സുണ്ട് എന്നത് തിരിച്ചറിയുകയും ആ മനസ്സിനെ ബലപ്പെടുത്തുകയും ചെയ്ത, അതിനൊപ്പം ചേർന്ന് ആ മനസ്സിനൊപ്പം ചേർന്ന് പോയൊരു ആളാണ് വി ഡി സതീശൻ എന്ന് വിചാരിക്കാനാണ് എനിക്ക് ഈ ഘട്ടത്തിൽ ഇഷ്ടം. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം വേണമെങ്കിൽ മറ്റു തരത്തിലൊക്കെ ആകാമായിരുന്ന ഒരു രാഷ്ട്രീയ കാലത്ത്, പക്ഷേ അദ്ദേഹം പ്രധാനമായിട്ടും 2-3 കാര്യങ്ങൾ. ഒന്ന്, രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ അദ്ദേഹം എടുത്ത നിലപാട്, അക്കാര്യത്തിൽ നമ്മൾ പ്രത്യേകമായിട്ട് വിശദീകരിക്കേണ്ടതില്ല. വിട്ടുവീഴ്ചയെ ഉണ്ടായിരുന്നില്ല. മറ്റ് പല നേതാക്കളും, ഈവൻ KC വേണുഗോപാൽ പോലും ഒന്ന് ഇളകിയപ്പോൾ പോലും വി ഡി സതീശന് പ്രകടമായിട്ട് അദ്ദേഹം പ്രകടിപ്പിച്ച കാര്യത്തിൽ നമുക്കറിയില്ല ആന്തരികമായിട്ട് എന്താണ് നടന്നിട്ടുണ്ടാവുക, അല്ലെങ്കിൽ അടുത്ത സുഹൃത്തുക്കളോടൊന്നും സംസാരിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. പക്ഷേ പ്രകടമായിട്ട് അദ്ദേഹം പ്രകടിപ്പിച്ച കാര്യങ്ങളിൽ ഒരിടത്ത് പോലും അദ്ദേഹത്തിൻ്റെ നിലപാടിൽ വിട്ടുവീഴ്ചയുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരു കാര്യത്തിൽ, അതായത് ഈ പറയുന്ന അപ്പുറത്ത് നിൽക്കുന്ന ആൾ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ വലിയ ആൾക്കൂട്ടത്തെ ഉണ്ടാക്കി വന്നിട്ടും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിത ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടാകാത്ത വിധമുള്ള തെറിവിളികൾക്ക് ഇരയാക്കിയിട്ടും വി ഡി സതീശന് ഒരു ഇടയിളക്കവും ഉണ്ടായിട്ടില്ല എന്ന കാര്യം നമ്മൾ ആലോചിക്കുമ്പോൾ, മറ്റാരാണ് അങ്ങനെ ഒരു നിലപാടെടുത്തതെന്ന് ചോദിക്കുമ്പോൾ VS അച്യുതാനന്ദനെ പോലെ മഹത്തായിട്ടുള്ള രാഷ്ട്രീയ പാരമ്പര്യമുള്ള ആളുകൾ ചില സവിശേഷമായ രാഷ്ട്രീയ സന്ദർഭങ്ങളിൽ സ്ത്രീപക്ഷമായിട്ടുള്ള ഇത്തരം കേസുകളിൽ എന്ത് നിലപാടെടുക്കണം, എങ്ങനെ ഉറച്ചു നിൽക്കണമെന്ന് കേരളത്തിന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അത് വി ഡി സതീശൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു.